വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയേക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ മൈക്ക് കോർണറിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ ആ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നതാണ് മൈക്ക് കോർണർ എന്താണെന്ന്. അപ്പോൾ മൈക്ക് കോർണർ എന്ന് വെച്ചാൽ നമ്മളെ മോട്ടിവേറ്റ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഉള്ള ഒരു സ്ഥലമാണ് മൈക്ക് കോർണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പേര് കേട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മളെക്കുറിച്ചുള്ളൊരു കോർണറാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വെച്ചേക്കുന്നത് കോർണറിലോട്ടാണ് എൻ്റെ ഒരു മൈക്ക് കോർണർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് മൈക്ക് കോർണർ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ നിയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ സ്റ്റഡി ടേബിൾ വെച്ചേക്കുന്ന റൂമിൽ തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് ഈസി ആക്സസ് കിട്ടത്തുള്ളൂ അതിൻ്റെ കൂടെ. അപ്പോൾ അതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്ക് ഡെയിലി അഫർമേഷൻസ് വെക്കാൻ പറ്റും. ഡെയിലി അഫർമേഷൻസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണേ. അപ്പോൾ നമുക്ക് ഡെയിലി അഫർമേഷൻസ് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ റിലീജിയസ് കാര്യങ്ങൾ വെക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ വേർഡ് ഓഫ് ഗോഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ കോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും മൈക്ക് കോർണറിൽ. പിന്നെ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഓൾ അബൌട്ട് മീ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. റിയലി ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ആർട്ട് വർക്ക്സ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത കാര്യങ്ങളോ ഡ്രോ ചെയ്തതോ സ്കെച്ച് ചെയ്തതോ അതെല്ലാം നമുക്കിങ്ങനെ മൈക്ക് കോർണറിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൈക്ക് കോർണർ ഒരു നല്ലൊരു സ്പേസാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പിക്ചേഴ്സായിട്ട് വെക്കാം. ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുമായിട്ടിരിക്കുന്ന പിക്ചേഴ്സ്, ചിലപ്പോൾ നമുക്ക് കോളേജ് പോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ധാരാളം പിക്ചേഴ്സൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് തന്നെ ഉപയോഗിക്കാം. നമുക്ക് അഫർമേഷൻ ഇങ്ങനെ പിക്ചറാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് നൈസാണ്, റിയലി നൈസാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാവരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.